1869 ഫ്രഞ്ച് കമ്പനീസും ഈജിപ്ഷ്യൻ കമ്പനീസും കൂടി ചേർന്ന് നിർമ്മിച്ച സൂയസ് കനാൽ ലോകത്തിന് തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷം പനാമ കനാൽ വരുന്നത് വരെ ലോകത്തിന്റെ ചരക്ക് ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിരുന്നത് ഈ സൂയസ് കനാലാണ്. അവിടെയാണ് ഇന്ത്യക്കും ഈ സൂയസ് കനാലിനുമായിട്ടുള്ള ബന്ധം എന്താണെന്നത് നിങ്ങൾ അറിയേണ്ടത്. കാരണം അത്ര അഭേദ്യമായിട്ടൊരു ബന്ധം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് വരുന്ന പെട്രോളിയം പ്രോഡക്ട്സ്, അതർ കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നാവിക റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം വരുന്നത് ഈ സൂയസ് കനാലിലൂടെയാണ്. അവിടെ നിന്നാണ് ഇന്ത്യൻ തീരത്തേക്ക് ഇതെല്ലാം എത്തുന്നത്. അവിടെയാണ് 2023 ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം ഹൂതി വിമതര് ഈ സൂയസ് കനാലിലൂടെ വരുന്ന ഒട്ടുമിക്ക ചരക്ക് കപ്പലുകളെയും ആക്രമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ വഴി വന്നിരുന്ന, അതായത് സൂയസ് കനാൽ വഴി വന്നിരുന്ന ചരക്ക് കപ്പലുകളെല്ലാം റീറൂട്ട് ചെയ്തിട്ട് കനാൽ ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സൂയസ് കനാൽ അതോറിറ്റിക്ക് 2023 അവസാനം 24 തുടക്കം മുതൽ ഇന്ന് വരെ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് $9.4 ബില്യൺ. 9.4 ബില്യൺ. അത് നമുക്ക് മനസ്സിലോ കയ്യിലോ പേപ്പറിലോ പോലും എണ്ണാൻ പറ്റാത്തത്ര ഭീമമായിട്ടുള്ളൊരു തുകയാണ്. അത് മാത്രമല്ല, ഈ ചരക്ക് കപ്പലുകളെല്ലാം ഈ സൂയസ് കനാലിലൂടെ പോയിരുന്ന സമയത്ത് അവർക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മതിയായിരുന്നു മറ്റ് രാജ്യങ്ങളിലെ തീരത്തേക്ക് എത്താനായിട്ട്. പക്ഷെ ഇപ്പൊ കനാൽ ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുമ്പോൾ അവർക്ക് എക്സ്ട്രാ ദിവസങ്ങൾ കടലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ഫ്യൂവൽ കോസ്റ്റ് വരുന്നുണ്ട്, എക്സ്ട്രാ ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചെലവ് വരുന്ന കാര്യം. ഇന്ത്യ മാത്രമല്ല, ഏതൊക്കെ രാജ്യങ്ങളാണ് സൂയസ് കനാൽ വഴിയിലൂടെ അവരുടെ ചരക്ക് കപ്പലുകൾ അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്, അവർക്കെല്ലാം എക്സ്ട്രാ കോസ്റ്റും എക്സ്ട്രാ ഫ്യൂൽ കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അത് ഇന്ത്യയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയെ ബാധിക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ച് കേരളത്തിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ സൂയസ് കനാലിലൂടെ വന്നിരുന്ന ചരക്ക് കപ്പലുകളിലാണ് ഇപ്പോൾ കനാൽ ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്നതുകൊണ്ട് ഇന്ത്യക്കും വളരെ ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾ വരുന്നതെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് യു.എസും UK പോലുള്ള വലിയ രാജ്യങ്ങളൊക്കെ അവിടെ മിലിറ്ററി വിന്യസിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഭേദമാകും മുൻപ് വരും കാലങ്ങളിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് വീണ്ടും കാണാം. ബൈ.